ഗുരുവായൂർ നമ്മുടെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലെ 5ാം വാർഡിൽ തൈക്കാട് സെൻറ്ററിനോടനുബന്ധമായി വരുന്ന തോടിൻ്റെ മാലിന്യങ്ങളുടെ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അധികാരികളോട് പല പ്രാവശ്യം നമ്മൾ ഇതിനെ പറ്റിയിട്ട് പല കംപ്ലൈൻറ്റുകളും കൊടുത്തിട്ട് ഒരു നടപടി അവരെടുക്കണില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. എത്ര കുടുംബങ്ങൾ ഈ തോടിൻ്റെ ഭാഗത്ത് ജീവിക്കുന്നുണ്ടെന്നുള്ളത് അധികാരികൾക്ക് മനസ്സിലാവുന്നില്ലേ. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ മൗനാനുവാദം ഇവർക്കൊക്കെ കൊടുക്കണേന്നുള്ള ഒരു ഇത് നമുക്ക് വേണം. ഇത്രയും ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ട് ഒരു അധികാരികളും ഈ വാർഡ് കൗൺസിലർ വരെ ഞങ്ങൾ വിളിച്ചിട്ട് നമുക്കൊരു നല്ലൊരു സമീപനം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ എന്തായാലും ഇതിനെ പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അത് എന്തായാലും പിന്നാക്കം നിൽക്കാൻ ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല. അതിനുള്ള ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളിപ്പോൾ ഇവിടെ താമസിക്കുന്നത് തന്നെ ഇവിടെ മണ്ണിട്ടിട്ട് അവിടെ തോട് ബ്ലോക്ക് ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. നമുക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. എത്രയും വെള്ളക്കെട്ടുകളൊക്കെ വരുന്ന സമയങ്ങളാണ് ഇവിടെ. അതുകൊണ്ട് നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു നടപടി ഞങ്ങൾക്ക് പറ്റില്ല. എത്രയും പെട്ടെന്ന് അധികാരികൾ തന്നെ ഇതിൻ്റെ ഒരു നടപടി എടുത്തിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യണം. അതിലിഞ്ഞൊരു എന്തായാലും ഞങ്ങൾ പിന്മാറാൻ ഉദ്ദേശിക്കണില്ല. ഞങ്ങൾക്ക് കൂടെ ഇത്രയും വില കൊടുത്ത് സ്ഥലം മേടിച്ചിട്ട് വീട് വെച്ചിട്ട് നമുക്കിവിടെ ജീവിക്കാനുള്ള ഒരു അവസരം ഇവർ ഉണ്ടാക്കണ്ടേ. അതിന് എന്താണ് നടപടികൾ അധികാരികൾ എടുക്കാൻ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് നല്ലൊരു അധികാരികളുടെ വഴി എന്നുള്ള സമീപനം ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിന് എത്രയും പെട്ടെന്നുള്ള ഒരു നടപടി ഞങ്ങൾക്ക് കിട്ടാണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശിക്കണില്ല. 6 മണിയാകുമ്പോഴേക്കും വാതിൽ അടച്ചുപൂട്ടിട്ട് അകത്തുത്തിരിക്കുന്നു. കൊതുവിന്റെ ശല്യം മണ്ണോ തീരെ പുറത്തേക്ക് കടക്കാനേ പറ്റണില്ല. ഞങ്ങളെല്ലാവരും ഒന്ന് വന്ന് നോക്കി അപ്പൊ കാണാൻ പറ്റും. അപ്പൊ അറിയാം ഇവിടുത്തെ സ്ഥിതി എന്താന്ന്. വേനൽക്കാലം ജനുവരിക്ക് ആയാലേ ഈ തോട് വറ്റി പറഞ്ഞ് കിടക്കണ തോടാ. ഇപ്പൊ അത് ചക്കം കണ്ടത്തെ അഴുക്കിയാലും വരെ കിടക്കണേ. ഞങ്ങളൊക്കെ ഇവിടെ 100 കൊല്ലത്തോളമായിട്ട് താമസിക്കണവരാ, ഇന്നൊന്നിലും വന്നവരൊന്നല്ല. ഇവിടെ ഈ തിരുവിലുള്ള ഹോട്ടലിന്റെ മാലിന്യവും വെള്ളവും കക്കൂസും മാലിന്യവും ഒക്കെ ഈ തോട്ടിലേക്കാണ്. ഈ തോട് ഒലിച്ചു പോണ്ടേ, എങ്ങോട്ടേക്ക് ഒലിച്ചു പോണേ? എവിടേക്ക് ഒലിച്ചു പോണില്ല. ഈ വെള്ളം ഇവിടെ കെട്ടി നിൽക്കുക ഈ വീടുകളുടെ ഇടയില്. ഞങ്ങൾക്ക് എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കി തരണ്ടേ? അല്ലാണ്ട് നമ്മളൊരു വ്യക്തിപരാഗി ഒന്നുമല്ല. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. എല്ലാവിധ ആൾക്കാരോടും ഞങ്ങൾ അപേക്ഷ കൊടുത്തു, പരാതിപ്പെട്ടു, മെമ്പറോട് പറഞ്ഞു, ചെയർമാനോട് പറഞ്ഞു. ഇനി ഞങ്ങൾ ആരോടെ പറയാം? ഓടാ തമ്പരാനോടാ. നക്ഷത്രത്തിലക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നതുല്യം ഈ വെള്ളി ആഭരണങ്ങളിൽ ആളുകാരൻ സിൽവർ ജ്വല്ലറി, ചാവക്കാട്, വാടാനപ്പള്ളി. പ്ലാറ്റിനം പോലെ സിൽവർ. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.